വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ. ജെറുസലേം യേശുക്രിസ്തുവിനെ വരവേറ്റതിൻ്റെ ഓർമ്മയിൽ വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണത്തിൽ കൂടി പങ്കുചേരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരം പാളയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്ന് AV ജയശങ്കർ, അതുപോലെ കോട്ടയം SH മൗണ്ട് പള്ളിയിൽ നിന്ന് ടോബി ജോൺസൺ എന്നിവർ നമുക്കൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം AV ജയശങ്കറിലേക്ക്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, പറയൂ, ഓശാന ഞായർ പ്രമാണിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ എങ്ങനെയൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. ഓശാന ഞായറുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ്. ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റുമാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കുരുത്തോല പ്രദക്ഷിണം ഇവിടെ ആരംഭിക്കും. നിരവധി വിശ്വാസികളാണ് പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രാർത്ഥനകൾ അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് കുരുത്തോലയുമായി വിശ്വാസികൾ പ്രദക്ഷിണം ആരംഭിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് വിപുലമായി വിവിധ പള്ളികളിൽ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ തന്നെയാണ്. ഇവിടെ നിരവധി വിശ്വാസികളാണ് രാവിലെ മുതലെത്തിയത്. രാവിലെ 6 മണിയോടെ തന്നെ ദിവ്യബലി ആരംഭിച്ചു. പിന്നീട് നിരവധി ചടങ്ങുകൾ നടന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 7 മണിയോടുകൂടി കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കും. SKN, നമുക്കിനി കോട്ടയം SH മൗണ്ട് പള്ളിയിൽ നിന്ന് ടോബി ജോൺസൺ കൂടി ചേരുകയാണ്. അതുപോലെ നമുക്കൊപ്പം അല്പ നിമിഷങ്ങൾക്കൊക്കെ ACC കത്തീഡ്രലിൽ നിന്ന്, അത് കൊച്ചിയിലാണ്, നമുക്കൊപ്പം അശ്വിൻ പാലാഴി കൂടി ചേരും. ആദ്യം നമുക്ക് ടോബി ജോൺസണിലേക്ക് പോകാം. ടോബി ജോൺസൺ, ഗുഡ് മോർണിംഗ്. പറയൂ ടോബി, കോട്ടയത്ത് എന്തൊക്കെയാണ് ചടങ്ങുകൾ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഓശാനയുടെ ആ ഒരു തിരുക്കർമ്മങ്ങളിലേക്ക് വിശ്വാസികൾ കടന്നിരിക്കുന്നു. മിക്ക പള്ളികളിലും ആരാധനകളിലും പ്രാർത്ഥനകളും എല്ലാം തന്നെ നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് SH മൗണ്ട് പള്ളിയിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ ഇവിടെയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി രാവിലെ തന്നെ അതിരമ്പുഴ പള്ളിയിൽ എത്തി അവിടുത്തെ ചടങ്ങുകളിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. എന്തായാലും ഇവിടുത്തെ ചടങ്ങുകൾ SH മൗണ്ട് പള്ളിയിൽ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പ്രദക്ഷിണമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ജെറുസലേം പ്രവേശനം, യേശുവിൻ്റെ ജെറുസലേം പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചടങ്ങ് വിശുദ്ധവാരത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരാഴ്ച വിശുദ്ധവാരമായിട്ട് ആചരിക്കുന്നു. ഇനി പെസഹ, വ്യാഴം, ദുഃഖവെള്ളി തുടങ്ങിയ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ഉള്ളത്. ആ ദിവസം ഉള്ള ഒരു ഒരുക്കം കൂടിയാണ് ഈ ഒരു ഓശാന ഞായർ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സ്ഥാനാർത്ഥികൾ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ അവരുടെ പള്ളികളിൽ, ഇപ്പോൾ അതിരമ്പുഴ പള്ളിയിലാണ് ഫ്രാൻസിസ് ജോർജ് ഉള്ളത്. അതുപോലെ തന്നെ തോമസ് ചാഴിക്കാടൻ അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള SH മൗണ്ട് പള്ളിയിലുമാണ് ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധവാരമാണ്. ആ വിശുദ്ധവാരത്തിന്റെ പരിശുദ്ധിയിൽ വിശ്വാസികൾ മുന്നോട്ട് പോകുന്ന ദിവസമാണ്. പ്രാർത്ഥനയിലും നമുക്കറിയാവുന്നതുപോലെ കുരിശുമരണമടക്കമുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി വലിയ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ ആ ഒരു ദുഃഖാചരണത്തിലേക്കുമൊക്കെ കടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ഓശാന ഞായർ. എന്തായാലും എല്ലാ പള്ളികളിലും പ്രാർത്ഥനയും ശുശ്രൂഷകളും ആരംഭിച്ചു കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു. നമുക്കിനി കൊച്ചിയിലേക്കൊന്ന് പോകണം. കൊച്ചിയിൽ നിന്ന് സെൻറ്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ അശ്വിൻ. അശ്വിൻ പാലാഴി, എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ പുരോഗമിക്കുന്നത്, പറയാൻ കഴിയുമോ? SKN, ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചി ലത്തീൻ സഭ വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അച്ഛന്റെ കാർമ്മികത്വത്തിലാണ് കാക്കനായ എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ വിശുദ്ധമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഈ പള്ളിയിൽ നിന്നും, സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നും വിശുദ്ധമായി കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ആരംഭത്തിന്റെ ചടങ്ങുകളാണ് കാണുന്നത്. നിരവധിയായ വിശ്വാസികൾ ഈ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് ഈ സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ചിൽ നിന്നുള്ള ഈ വിശുദ്ധമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലത്തീൻ സഭാ രൂപതയുടെ പ്രധാനിയായ വികാരി തന്നെയാണ് ഈ ചടങ്ങിന്റെ ഭാഗമായി ഈ പള്ളിയിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ പ്രദക്ഷിണം പൂർണ്ണതോതിൽ ഈ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അവിടെ നിന്ന് നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണമാണ് നടക്കുന്നത്. പള്ളിയിൽ നിന്നും വിശുദ്ധമായി കുരുത്തോലകൾ ഏറ്റുവാങ്ങി നൂറുകണക്കിന് വിശ്വാസികൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ എറണാകുളം മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എറണാകുളത്ത് ഈ പള്ളിയിൽ എത്തിയിട്ടുമുണ്ട്. എന്തായാലും
നിരവധിയായ ആളുകൾ വിശ്വാസികൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞായറാഴ്ച കൂടിയായതുകൊണ്ട് വലിയ ഈ ഈസ്റ്ററിന് മുന്നേ ഉള്ള ഒരു ഞായറാഴ്ച വരവേൽക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വെക്കുന്നത്. എന്തായാലും ആ പ്രദക്ഷിണം ഇപ്പോൾ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. താങ്ക് യു അശ്വിൻ പാലാഴി. ഇനി കോഴിക്കോട് സെന്റ് വിൻസെന്റ് ഹോം പള്ളിയിൽ നിന്ന് ദീപക് ധർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നു. ഈ ഓശാന ഞായറാഴ്ച. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ്. ഓശാന ആശംസകൾ SKN. ഓശാന പെരുന്നാൾ, അതായത് കുരുത്തോല പെരുന്നാൾ അറിയപ്പെടുന്ന വിശുദ്ധ വാരത്തിൻ്റെ തുടക്കത്തിന് കോഴിക്കോടും ആരംഭിക്കുകയാണ്. 7:30 മണിയോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ വിശ്വാസികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ക്യാമറാമാൻ മുനീഫ് ഒന്ന് വിഷ്വൽ പാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെ കുരുത്തോല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഈ കുരുത്തോലയുമായാണ് നഗരവീതിയിലൂടെയുള്ള ഈ പ്രദക്ഷിണം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഇവിടെ എത്തും. അദ്ദേഹമാണ് ഈ തിരുക്കർമ്മങ്ങൾക്കുള്ള നേതൃത്വം വഹിക്കുന്നത്. ഇന്നത്തെ ഓശാനയുടെ ചടങ്ങിൻ്റെ മുഖ്യ കാർമ്മികത്വവും കോഴിക്കോട് ബിഷപ്പാണ്. ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. 7:30 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ ഈ ചടങ്ങുകളുടെ ചുമതലക്കാരൻ കൂടിയായ ഫാദർ സജോ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഓശാന പെരുന്നാൾ, ഓശാന എന്ന ഹിബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ രക്ഷകനായി വരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഓശാനയുടെ പ്രസക്തി എത്രമാത്രമാണ്? ഇവിടെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഓശാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ അഭിവന്ദ്യ ചക്കാലക്ക പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ചർച്ച് കാലിക്കറ്റിൽ തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ ആരംഭിക്കും. 7:30 ആരംഭിക്കും. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷക, ഞങ്ങളെ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു രക്ഷകൻ ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ കാത്തിരിപ്പ് പൂർത്തീകരിക്കുന്ന ഒരു വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒരുപാട് തരംതിരിക്കലുകളുടെയൊക്കെ ലോകത്തിൽ SKN കോഴിക്കോട് ബിഷപ്പ് അഭിവന്ദ്യ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട്, അദ്ദേഹം നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നമ്മളോടൊപ്പം ചേരും. ഓശാന പെരുന്നാൾ തയ്യാറെടുക്കുകയാണ്. പെരുന്നാളിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിനാണ് ബിഷപ്പ് എത്തിയിരിക്കുന്നത്. ആശംസകൾ ബിഷപ്പ്. SKNൻ്റെ മോർണിംഗ് ഷോയിലാണ്. അപ്പം ഈ ഓശാന പെരുന്നാളിൻ്റെ ഒരു പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ എത്രമാത്രമാണ് എന്നുള്ളതും ഒപ്പം മറ്റ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇന്ന് ലോകമെമ്പാടും ഓശാന തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആഘോഷമായ ജെറൂസലം പ്രവേശനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ തിരുനാൾ. ആ ഈശോ ജെറൂസലമിൽ വന്നപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ ആഘോഷപൂർവം ഒലിവില ശാഖകളും ഏന്തിയിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യേശു വരുന്നത് ഒരു കഴുതപ്പുറത്തു കൂടിയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കഴുത ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു മൃഗമാണ്. അതുപോലെ തന്നെ ആരും ഉപയോഗിക്കാത്തൊരു മൃഗമാണ് ജെറൂസലത്തിലേക്ക് പോകാനായിട്ട് യേശു ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളെ വേണ്ടാന്ന് പറയുന്ന ഒരാളുണ്ട്. അത് ദൈവമാണ്, അത് യേശുക്രിസ്തുവാണ്. അതുപോലെ തന്നെ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ ആ ജനം വിളിച്ചു പറഞ്ഞത് ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണമേ എന്നാണ്. ഇന്ന് നമ്മളെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? രാഷ്ട്രീയത്തിലായാലും മറ്റു മേഖലകളിലൊക്കെ ആയാലും പലരും അവഗണിക്കപ്പെടുകയാണ്, പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ഇങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതും ദൈവം മാത്രമേ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു മാത്രമേ നമ്മളെ രക്ഷിക്കുന്നുള്ളൂ എന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ അതുപോലെ മറ്റുള്ളവരൊക്കെ പലതൊക്കെ നമ്മളോട് പറയും. പക്ഷേ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ശക്തി ദൈവം തന്നെയാണ്. ആ ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരവസരം ഈ ഒരു തിരുനാൾ നമുക്ക് നൽകുകയാണ്. പിതാവ്, തെരഞ്ഞെടുപ്പ് വേള കൂടിയാണ്. സാധാരണ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത് പിതാക്കന്മാരാണ്. ഈ ഓശാനയുടെ ദൈവത്തിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനമാണ് അങ്ങ് നൽകിയത്. ഈ സമയത്തുള്ളൊരു മെസ്സേജ് എന്താ? അതെ, നമ്മുടെ ഇലക്ഷൻ വരികയാണ്. സാധാരണയായിട്ട് മെത്രന്മാർ
ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ അങ്ങനെ പറയാറില്ല. കാരണം നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മനസാക്ഷിക്കനുസരിച്ച് ജനം നല്ല ആളുകളെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകുന്ന ആൾ, മുഖ്യമന്ത്രിയാകുന്ന ആൾ, ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് വരുന്ന ഭരണഘടന അവർക്ക് നൽകുന്ന അധികാരം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയായിരിക്കണം. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാ ജനങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിതാവേ, ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനിടയിൽ 24/7 ചേർന്നതിലേറെ സന്തോഷം. താങ്ക് യു. SKN വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നത് രക്ഷകനെ താങ്ക് യു ദീപക് തർമ്മടം. കോഴിക്കോട് നിന്നാണ് ദീപക് തർമ്മടം നമുക്കൊപ്പം ചേർന്ന്. ഇനി തിരുവനന്തപുരത്തേക്ക്, തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ്സ് കത്തീഡ്രലിൽ AV ജയശങ്കർ നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. അവിടെ ഡോക്ടർ ശശി തരൂർ എത്തിയിട്ടുണ്ട്. ഈ കുരുത്തോല യാത്രയിൽ തരൂർ കൂടി പങ്കെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ജയശങ്കർ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് SKN. ഈ യാത്ര തുടരുകയാണ്. കുരുത്തോലയുമായി നിരവധി വിശ്വാസികളാണ് പാളയം പള്ളിയിൽ നിന്ന് നടക്കുന്നത്. നമ്മോടൊപ്പം ശശി തരൂർ MPയും ഇവിടെ ഉണ്ട്. അദ്ദേഹം പാളയം പള്ളിയിലാണ് കുരുത്തോല പദയാത്രയുടെ ഒപ്പം നിൽക്കുന്നത്. അത് അങ്ങ് എല്ലാ വർഷവും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോൾ വരും, പക്ഷേ എല്ലാ വർഷവും ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് ഞാനുണ്ട്, അപ്പോൾ ഞാൻ പങ്കെടുത്തു. ശശി തരൂരാണ് നമ്മോട് പ്രതികരിച്ചത്. അതേ തിരുവനന്തപുരത്തുള്ള ഘട്ടങ്ങളിൽ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിന്റെ ഒരു മതേതരത്തിന്റെ കൂടി കാഴ്ചയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്, ഈ പ്രദക്ഷിണം എന്ന് പറയുന്നത്. നിരവധി വിശ്വാസികളാണ് ഈ പ്രദക്ഷിണത്തിന്റെ ഭാഗമായി എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി വിശ്വാസികൾ, നൂറുകണക്കിന് വിശ്വാസികൾ പാളയം പള്ളിയിൽ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പള്ളികളിൽ ഇത്തരത്തിൽ പ്രദക്ഷിണവും പ്രാർത്ഥനയും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഈ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലാണ്. ഇവിടെയാണ് പ്രധാനമായും നഗരത്തിൽ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പ്രാർത്ഥനകളുടെ ഭാഗമാകുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് രാവിലെ മുതൽ പള്ളികളിൽ വിശുദ്ധ ബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്തിയത്. അതിനുശേഷമാണ് ഈ ഒരു പ്രദക്ഷിണത്തിന്, കുരുത്തോല പ്രദക്ഷിണത്തിനും വിശ്വാസികൾ പങ്കെടുക്കുന്നത്. നിലവിൽ ശശി തരൂർ മാത്രമാണ് ഈ ഒരു കുരുത്തോല പ്രദക്ഷിണത്തിന്റെ ഭാഗമായി എത്തിയത്. മറ്റ് സ്ഥാനാർത്ഥികൾ എത്തിയിട്ടില്ല. പക്ഷെ അവർ അടുത്തുള്ള പള്ളികളിൽ, മറ്റു പള്ളികളിൽ 9 മണിയോട് കൂടിയുള്ള ജയശങ്കർ തിരുവനന്തപുരം പാളയം പള്ളിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. പാളയം സെൻറ് ജോസഫ്സ് കത്തീഡ്രലിലായിരുന്നു AV ജയശങ്കർ. അവിടെ ഡോക്ടർ ശശി തരൂർ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. സുഹൈല റഷീദ് ഒരു കാര്യം പറയുന്നു. SK ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മയാണെന്ന് തോന്നും. അവരുടെ വിയോഗം SK വല്ലാതെ ഒലിച്ചതുപോലെയുണ്ട് സംസാരം കേട്ടാൽ. സുഹൈല, ആർക്കാണ് അമ്മയുടെ വിയോഗം താങ്ങാൻ കഴിയുക? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു അമ്മ അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഒരു മകൻ്റെ ജീവിതത്തിൽ ഉടനീളമായുള്ള അമ്മയുടെ വാത്സല്യം വാരി തൂകിയാലും അതൊന്നും പകരമാകില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു 10-20 കൊല്ലം കൂടി അമ്മയുടെ ജീവൻ ബാക്കി നിന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അമ്മയെ സ്നേഹിക്കാൻ സമയം കിട്ടിയേനെ. ഇത് ഓരോ മകൻ്റെയും ദുഃഖമാണ് പലപ്പോഴും. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ആകുമ്പോഴേക്കും അമ്മ മറഞ്ഞു കളയുക. അപ്പോൾ അതുണ്ടാകുന്ന എല്ലാ മക്കളുടെയും മാനസികാവസ്ഥ അത് തന്നെയായിരിക്കും. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 21:35. നിങ്ങൾ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നു. അതുപോലെ ഓശാന പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്ന പ്രേക്ഷകരുണ്ട്. നിങ്ങളുടെ സന്ദേശങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകും. വെയിറ്റ് ചെയ്യുക. എനിക്കറിയാം ഞായറാഴ്ചയുടെ ആലസ്യത്തിൻ്റെ കമ്പിളിക്കകത്ത് നിങ്ങൾ പുതഞ്ഞു കിടക്കുകയാണ്. ആ പുതപ്പ് മാറ്റി പുറത്തേക്ക് വരൂ സുഹൃത്തുക്കളെ. നാളെയാണ് നറുക്കെടുപ്പ്. ഇപ്പോൾ വയനാട് നടവയൽ ഹോളി ക്രോസ് ഫൊറോന പള്ളിയിൽ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ നടക്കുന്ന ഓശാന പെരുന്നാൾ ആചാരങ്ങളെക്കുറിച്ച് നമുക്കൊപ്പം ചേർന്ന് സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത് അയ്യപ്പത്ത്. അവിടെ എന്തൊക്കെയാണ് കുരുത്തോല യാത്രയൊക്കെ അവിടെ തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. അല്പസമയത്തിനകം തന്നെ കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നടവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. നടവയൽ ഹോളിക്രോസ് തീർത്ഥാടന കേന്ദ്രമാണിത്. ഇവിടെയാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് റാഫേൽ തട്ടിലാണ്. ആർച്ച് ബിഷപ്പായി
ഉയർത്തപ്പെട്ട ശേഷം അദ്ദേഹം ആദ്യമായാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. നൂറുകണക്കിന് വിശ്വാസികൾ നമുക്ക് കാണാൻ കഴിയും. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന് നടവയൽ സെന്ററിൽ നിന്ന് ഈ പള്ളിയിലേക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. ആ സ്വീകരണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം ഈ പള്ളിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യ ഘട്ടത്തിൽ ഈ കുരുത്തോല പ്രദക്ഷിണമാണ് നടക്കുക. ഇതിനുശേഷം നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവിടേക്ക് സ്വീകരിച്ചത്. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ഇതിനുശേഷമാകും മറ്റ് തിരുകർമ്മങ്ങൾ പള്ളിക്കകത്ത് നടക്കുക. ആ തിരുകർമ്മങ്ങൾക്ക് ശേഷം പ്രധാനമായും അദ്ദേഹം ഒരുപക്ഷെ പ്രസംഗത്തിൽ പരാമർശിക്കാനുള്ള സാധ്യത ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് ഈ നടവയൽ എന്ന് പറയുന്നത്. നിരന്തരം കാട്ടാനയുടെയും മറ്റും ആക്രമണം തുടരുന്ന പ്രദേശം. അത്തരത്തിൽ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് ഇവിടെയുള്ള ആളുകൾ. അത്തരം വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുമോ എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവന മാർ റാഫേൽ തട്ടിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ ഉള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്നു. അല്പസമയത്തിനകം തന്നെ കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. ഇതിനുശേഷമാകും പള്ളിയിൽ മറ്റ് തിരുകർമ്മങ്ങളിലേക്ക് കടക്കുക. അതിനുശേഷമാകും അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാവുക. എന്തായാലും ഇതിൽ ഈ വന്യജീവി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുമോ എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. SK. താങ്ക് യു ദീപ്. സുർജിത് അയ്യപ്പത്ത്, ഷമീൽ സുലൈമാൻ 24. ഇന്നത്തെ ഡേറ്റ് ഒന്ന് നീട്ടി പറഞ്ഞേക്കണം. കരിന്ന് 24 24 അതുകൊണ്ട് ആ ഉറങ്ങുന്ന പ്രേക്ഷകരൊക്കെ ഉണർന്നു വരട്ടെ. 24 മിക്കവാറും ഇപ്പോൾ ഉണർന്ന് കാണുക അല്ലേ.